ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കറിയോ ഈ ലോകത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ എന്താണെന്നറിയോ? ചിലർ പറയും എനിക്ക് കുട്ടികളുണ്ടായതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടായതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നവരാണ് കൂടുതലും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം നമ്മുടെ അപ്പൻ്റെ ശുക്ലത്തിലെ ഒരു സ്പേം മാറിപ്പോയിരുന്നെങ്കിൽ നമ്മളായിരിക്കത്തില്ല ഇവിടെ ഉണ്ടാകുക, മറ്റൊരു മനുഷ്യനായിരിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മനുഷ്യൻ തുടങ്ങിയ കാലം മുതലുള്ള ചരിത്രം വെച്ച് നോക്കിയാൽ മില്യൺസ് ഓഫ് ചാൻസസിലെ ഒരു ചാൻസാണ് നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റി എന്നതാണ് വാസ്തവം. ശരിയല്ല? അത് ഈവൻ നമ്മുടെ വല്യപ്പൻ്റെ ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ അപ്പനായിരിക്കത്തില്ല. അപ്പം അവിടെ മുതലേ അത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ വേൾഡിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം വരത്തുള്ളൂ. അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞെന്നാൽ മരണം ഏത് സമയത്തും സംഭവിക്കാം. ഇനി ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70 വയസ്സ് 80 വയസ്സെന്നൊക്കെ കൂട്ടിക്കോ. എന്നാൽ പോലും ഇത് പെട്ടെന്ന് അങ്ങ് തീരും. കണ്ണടച്ച് തുറക്കുന്ന ഇതൊന്ന് ഇപ്പം ലോകമുണ്ടായെന്ന് പറയപ്പെടുന്ന നാൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ടൈമിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷണഭംഗരം എന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു 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 സെക്കൻഡേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം. അതുകൊണ്ട് എൻ്റെ അഡ്വൈസ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്തോണം. നമുക്ക് സന്തോഷിക്കുക. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഏത് വിധേന നമുക്ക് കിട്ടാവുന്ന സന്തോഷങ്ങളെ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. വലിയ ബാധ്യതകളൊക്കെ എടുത്ത് തലയിൽ വെക്കാതെ. കാരണം എത്ര വലിയ ബാധ്യത എടുത്ത് വെച്ചെന്നാൽ അതനുസരിച്ച് നമ്മൾ പണിയേണ്ടി വരും. അങ്ങനെ പണിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റുകൾ നമുക്ക് കിട്ടാതെ പോകും. അതായത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 2-3 വീടുകളുള്ള പലരും ഉണ്ട്. ഇവർക്കൊന്നും നിലത്ത് നിൽക്കാൻ നേരമില്ലാതെ ഇവർ 2-3 ഷിഫ്റ്റ് വെച്ച് ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ ഒരു വീടും ഒരു മോർഗേജും ഒക്കെ ഉള്ള ഒരു ആളാണെന്നുണ്ടെങ്കിലോ തുലോം വളരെ കുറവായിരിക്കും അവരുടെ കഷ്ടപ്പാടുകൾ. ഇവർ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പല ഹോബീസ്, നടക്കാൻ പോവുക, ബൈക്ക്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ബൈക്കിങ്ങിന് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ സ്വിമ്മിങ്ങിന് പോവുക, സൈക്ലിങ്ങിന് പോവുക, കൂട്ടുകാരുമായിട്ട് പാർട്ടിക്ക് പോവുക, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക, ബാറിൽ പോവുക, 2 വീശുക. അങ്ങനെ നിരവധി നമുക്ക് എൻജോയ് ചെയ്യാനുള്ള മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്യുക. കാരണം നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഒരു 1-2 തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിച്ചിരുന്നതായിട്ട് പോലും ഒരു തെളിവ് കാണത്തില്ല. അതുപോലെ നമ്മൾ വാനിഷായി പോവാണ്. നമ്മളിവിടെ ജീവിച്ചിരുന്നെന്ന് ഉള്ള ഒരു 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 അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളിവിടെ ഇപ്പം നമ്മുടെ വല്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പൻ്റെ അപ്പനെ നമുക്കറിയാമോ? ഇല്ല. ആരാന്ന് പോലും അറിയത്തില്ല. അവരുടെ അപ്പന്മാരെയൊക്കെ നമുക്കറിയത്തില്ല. അപ്പം നമ്മളിവിടെ ഇല്ലാതായി പോവുകയാണ്. ഇങ്ങനെ നീരാവി പോലെ അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളിവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ കിട്ടിയ ജീവിതം ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.